സുഹൃത്തുക്കളെ, ഭൂമിയിലെ മനോഹരമായ കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന ദിവസം ഒന്നും പറയാനില്ല എനിക്ക്. ഇത് നോക്കിയേ, നമ്മുടെ ബ്ലോഗർ ചിത്രം പറഞ്ഞ പോലെ എത്ര മനോഹരമായ സ്ഥലമാണല്ലേ കോബ്. മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത് അയർലൻഡിലെ കോർക്ക് കൗണ്ടിയിലെ കോബ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരുപാട് ക്രൂയിസ് കപ്പലും ടൂറിസ്റ്റൊക്കെ വന്നു പോകുന്ന അയർലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ കോബ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് രാജ്യങ്ങളുടെ പതാകക്കിടയിൽ നമ്മുടെ ഇന്ത്യയുടെ പതാക ഇങ്ങനെ പാറി പറക്കുന്നുണ്ടോ. അയർലൻഡിലുള്ള ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ് കോബ്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഞാൻ താമസിക്കുന്ന വീടിന്റെ അവിടെ നിന്ന് അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോബിൽ എത്താൻ പറ്റും. ചില അവധി ദിവസങ്ങളിലൊക്കെ ഞാനും ചിപ്പിയും കുഞ്ഞൂസൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ഇപ്രാവശ്യം വന്നപ്പോൾ നമുക്കൊരു വലിയ ക്രൂയിസ് ഷിപ്പിനെ കാണാൻ പറ്റി. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ ഷിപ്പ് വരാറുള്ളത്. പോർട്ടിന്റെ അവിടെ നിന്ന് കപ്പലിന്റെ കാഴ്ചകളെ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ്. അവിടെ പാർക്കിൽ ചെറിയൊരു ട്രക്കിൽ കോഫി ഷോപ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് 2 ഹോട്ട് ചോക്ലേറ്റും ഒരു സോസേജ് റോളും ഒരു പനീനി ബ്രെഡ് സാൻഡ്വിച്ചും മേടിച്ചു. കോബില് ഒരുപാട് ഹോട്ടൽസും റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഫുഡ് കഴിച്ചാൽ കുഞ്ഞൂസ് അടങ്ങിയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് കഴിക്കാന്ന് വിചാരിച്ചു. പഫ് പേസ്ട്രിയിൽ സോസേജ് വെച്ച് ബേക്ക് ചെയ്ത ഈ സാധനം അടിപൊളിയായിരുന്നു. പിന്നെ പനീനി ബ്രെഡ് സാൻഡ്വിച്ച് അത്ര അങ്ങ് പോരായിരുന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞൂസിനെ കൊണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് കറങ്ങി. അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് കുഞ്ഞൂസ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് എല്ലായിടത്തും. പിന്നെ നമ്മൾ ഇരുന്നതിന്റെ ഫ്രണ്ടിൽ ഒരു ബൈനോക്കുലർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാനും കുഞ്ഞൂസും പോയി നോക്കി. കുനിഞ്ഞും മറിഞ്ഞും കടന്ന് എത്ര നോക്കിയിട്ടും ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെയാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്, അതൊരു ഡമ്മി ബൈനോക്കുലർ ആയിരുന്നു. വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുക. ഈ സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കോബ്. കോബിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സെന്റ് കോൾമൻസ് കത്തീഡ്രൽ. അയർലൻഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കത്തീഡ്രലിൽ ഒന്നാണിത്. ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. 91.4 മീറ്റർ ആണ്. അതായത് ഏകദേശം ഒരു 300 അടി പൊക്കമുള്ള ഒരു കത്തീഡ്രലാണിത്. എന്തായാലും ഇത് പണിത ആൾക്കാർ സമ്മതിക്കണം. 1868 തുടങ്ങിയ പണി 1919 പൂർത്തിയായത്. കണക്കൂട്ടിയൊക്കെ ഇപ്പം ഏകദേശം ഒരു 51 വർഷം. ഇതൊക്കെ അവിടെ ഇരുന്നപ്പം ഹിസ്റ്ററി അറിയാൻ വേണ്ടി വെറുതെ ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. കുറച്ചേരം അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ് കാഴ്ചകളെ കണ്ടിരുന്നപ്പം ജംഗ്ഷനിലേക്ക് ഒരു പാട്ടും കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടി ജംഗ്ഷനിലേക്ക് പോയി. അവിടെ പോയപ്പം ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സായിപ്പിരുന്ന് ഭയങ്കര പാട്ട്. എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന ഭാഗത്തിൽ ഞാനും കുറച്ചേരം തലയാട്ടി അവരെ കൂട്ടത്തിൽ ചെന്ന് നിന്നു. അപ്പോൾ കോബയിലെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.